നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. തൻ്റെ ഭാര്യയെ രണ്ടാനച്ഛൻ കുട്ടിക്കാലം മുതൽ ലൈംഗികമായി ഉപദ്രവിച്ചിരുന്നുവെന്ന ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി കഴിഞ്ഞ ദിവസം ഒരു യുവാവ് സമൂഹ മാധ്യമങ്ങളിലൂടെ രംഗത്തെത്തിയിരുന്നു. ഫേസ്ബുക്കിലടക്കം ആ വെളിപ്പെടുത്തൽ, ആ ആരോപണം വലിയ രീതിയിൽ വൈറലാണ്. നമ്മൾ പലരും അത് കണ്ടു കാണും. ആ സംഭവമാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. എന്താണ് അവരുടെ ആരോപണം? അതിൻ്റെ നിജസ്ഥിതി അറിയാൻ ന്യൂസ് 8 ഒരു അന്വേഷണം നടത്തി. ആ യുവാവിനെയും പെൺകുട്ടിയെയും സമീപിച്ചു. അവർ തുറന്നു പറഞ്ഞത് കുട്ടിക്കാലം മുതൽ ആ പെൺകുട്ടി അനുഭവിച്ച ലൈംഗിക ചൂഷണത്തിൻ്റെ കഥകളാണ്. 14-ാം വയസ്സ് മുതൽ തുടർച്ചയായി ലൈംഗിക പീഡനത്തിന് ഇരയായെന്നാണ് പെൺകുട്ടി ന്യൂസ് 8 വെളിപ്പെടുത്തിയത്. വിവാഹശേഷവും മാനസിക പീഡനം തുടർന്നു. രണ്ടാനച്ഛൻ ലൈംഗിക വൈകൃതത്തിന് അടിമയെന്നും പെൺകുട്ടി വെളിപ്പെടുത്തുന്നു. നിരവധി തവണ പരാതി നൽകിയിട്ടും പിറവം പോലീസ് കേസെടുത്തില്ലെന്നും മൊഴി നൽകാൻ ചെന്നപ്പോൾ പെൺകുട്ടിയെ പരിഹസിച്ചെന്നും പരാതിയുണ്ട്. അധികം പീഡനങ്ങൾ ഉണ്ടായി, അതിനനുസരിച്ച് നിങ്ങളുടെ മാനസികാവസ്ഥയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ കുടുംബത്തിന്റെ ഒരു സപ്പോർട്ട് കൂടി ഇപ്പോൾ നിങ്ങളുടെ ഒപ്പം ഉണ്ട്. എന്തായാലും ഈ രണ്ടാനച്ഛനെതിരെയുള്ള പരാതികളൊന്നും മുന്നോട്ട് പോയ സാഹചര്യമില്ല. അദ്ദേഹം വീണ്ടും വീണ്ടും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. എന്താണ് നിങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്? എന്താണ് നിങ്ങളുടെ പരാതി? എനിക്ക് പറയാനുള്ളത്, എനിക്ക് എന്തായാലും നീതി കിട്ടണം. കാരണം അയാളിൽ നിന്ന് ഞാൻ കുറെ അനുഭവിച്ചു, ചെറുപ്പത്തിലെ അനുഭവിച്ചു, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. കെട്ടിക്കഴിഞ്ഞിട്ടും വെറുതെ വിടുന്നില്ല. എന്നിട്ട് ചേട്ടനെ ഒരു ദിവസം വിളിച്ചിട്ട് ഒരു ഡയലോഗ് പറയാ, ഞാൻ കൊത്താനിരുന്നല്ലേ നീ കൊത്തിക്കൊണ്ടു പോയെന്നും പറഞ്ഞ് കുറെ ഡയലോഗ് അടിക്കുന്നു. അത് കഴിഞ്ഞ് ഇയാള് കുറെ സെക്ഷലായിട്ട് സംസാരിക്കാൻ തുടങ്ങുന്നു, കുറെ വാക്കുകളൊക്കെ പറയുന്നു. ഇയാളെ എന്തായാലും പിടിക്കണം. അയാള് അന്ന് എങ്ങനെ ഇറങ്ങി എന്നൊന്നും എനിക്കറിയില്ല. അയാള് ശിക്ഷ അനുഭവിച്ചോന്നൊന്നും അറിയില്ല. അമ്മച്ചി പറയണത് പൈസ കെട്ടിവെച്ചിട്ട് ഇറക്കിയെന്നാ പറയണത്. പക്ഷെ എന്റെ താല്പര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾക്കൊരു ശിക്ഷ കൊടുക്കണം എന്നുള്ളൊരു ഇതാണ് എനിക്ക് താഴ്മയോടെ പറയാൻ. അന്ന് ആരാണ് പരാതി കൊടുത്തത്? അന്ന് പരാതി കൊടുത്തത് ഞാനാണ്. ഞാനും ഹോസ്റ്റലിലെ സിസ്റ്ററും കൂടിയിട്ടാണ്. സിസ്റ്റർ ഒരു വക്കീലായിരുന്നു, കാക്കനാട് ചിൽഡ്രൻസ് ഹോമിലെ വക്കീലായിരുന്നു. ഞാനും സിസ്റ്ററും കൂടിയും പോയി ഒരു കോടതിയിൽ പോയി. അവര് അപ്രവശം നിപ്പുണ്ടായിരുന്നു, ഞാൻ ഇപ്രവശം നിന്നു. അമ്മ കൈകാട്ടി പറയുന്നുണ്ട്, ഇയാളെ കുറിച്ച് മാറ്റിപ്പറ എന്ന് കൈകാട്ടി കാണിക്കുന്നുണ്ട്. പക്ഷെ ഞാനത് ശ്രദ്ധിച്ചിട്ടും എന്നോട് പറഞ്ഞു, നീ നിന്റെ രീതിയിലായിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ എന്റെ രീതിയിലായിട്ട് പറഞ്ഞു. പക്ഷെ അവിടെ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അത് പൈസ കെട്ടി വെച്ചോ ഒന്നും അറിയില്ല. ആ ഭാഗത്ത് ഇയാളുടെ അമ്മയുണ്ടായിരുന്നു, എന്റെ അമ്മയുണ്ടായിരുന്നു, 2 കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. നിങ്ങൾ ഒരു കാലഘട്ടത്തിലും നിങ്ങളുടെ അമ്മയോട് ഇക്കാര്യം പറഞ്ഞിട്ടില്ലേ? അതായത് ഒന്നിച്ച് ജീവിച്ചിരുന്ന കാലത്തിലൊന്നും അമ്മയോട് ഇതൊന്നും പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അമ്മയോട് നടന്ന സംഭവങ്ങളൊക്കെ ഞാൻ പറയും. പക്ഷെ ഞാനൊന്ന് കുഞ്ഞായതുകൊണ്ട് എനിക്ക് എവിടെയും പോകാൻ പറ്റാത്തതുകൊണ്ടും എനിക്ക് അമ്മേനെ ആശ്രയിക്കേണ്ടി വന്നു. പക്ഷെ അമ്മ ഒരു നടപടി എടുത്തില്ല. അത് ഇയാളെ പേടിച്ചിട്ടാണോ അതോ എന്താന്നൊന്നും അറിയില്ല. മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയില്ല. ഈ കേസ് എടുത്തു എന്ന് പറഞ്ഞില്ലേ, അത് എത്ര കാലം ശിക്ഷിച്ചിട്ടുണ്ടായിരുന്നു? അത് മിനിമം ഒരു 3 മാസം എടുത്തിട്ടുണ്ട് മിനിമം. അതേ തുടർന്ന് പുള്ളി പുറത്തിറങ്ങുകയും ചെയ്തു. പിന്നെ ഈ തുടർ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല. ഒന്നും സ്വീകരിച്ചിട്ടില്ല. ഇപ്പോഴും അയാള് പെണ്ണുങ്ങളെ പിടിക്കാൻ വേണ്ടി നടക്കുന്നുണ്ട്. രാത്രിയില് അയൽവക്കത്ത് പോയ ആ ചേച്ചി കുറെ പറഞ്ഞു ഞങ്ങളുടെ അടുത്ത്, പെണ്ണുങ്ങളെ ഇതാക്കാൻ വേണ്ടി രാത്രിയിൽ ഇറങ്ങുന്നുണ്ട്, കുറെ പരിപാടികളുണ്ട് അയാൾക്ക് രാത്രി പരിപാടിയാ ഫുള്ളെന്നും പറഞ്ഞു. നിങ്ങളുടെ ഈ പറഞ്ഞതല്ല ഇതുപോലത്തെ എന്തെങ്കിലും പരാതികൾ പോലീസ് സ്റ്റേഷനിൽ എത്തുവോ? അതല്ലെങ്കിൽ ഇങ്ങനത്തെ, അതായത് ഈ സ്ത്രീകളെ ഉപദ്രവിക്കുന്ന, രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി ഉപദ്രവിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പൊ അങ്ങനത്തെ പരാതികൾ നാട്ടിലുണ്ടോ? അതിനെക്കുറിച്ച് എനിക്ക് വല്ല അറിവില്ല. പക്ഷെ ഈ അറിവുണ്ടായിരുന്നത് ആ ചേച്ചി പറഞ്ഞ ഒരു അറിവ് എനിക്ക് ഉള്ളൂ. രാത്രിയിൽ അന്നും പോകുന്നുണ്ടായിരുന്നു, ഇപ്പോഴും പോകുന്നുണ്ട് അയാള് രാത്രിയില്. ഈ കല്യാണം കഴിഞ്ഞ ശേഷം ഭർത്താവിനെ വിളിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ അബ്യൂസ് ചെയ്യപ്പെട്ടു എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണോ പുള്ളിയുടെ നേച്ചർ? അയാള് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഒരു ഡയലോഗ്, അതും പറയും. പിന്നെ കുറെ സെക്ഷലി ആയിട്ട് സംസാരിക്കും. കുറെ ഭീഷണിയുടെ രീതിയിൽ അയാള് സംസാരിക്കും. ഭർത്താവിന്റെ ജോലി പോകും, ഞങ്ങളെ ഭീഷണിപ്പെടുത്തും എന്നൊക്കെയാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞത്. ഇയാൾക്കെതിരെ സപ്പോർട്ടാണ് പോലീസുകാര് ചെയ്തത്. ഇയാൾക്കെതിരെ പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ടാണ് പോലീസുകാർ അവിടുന്ന് ചെയ്തത്. ഒരു നിയമ നടപടിയും ഇയാളുടെ പേരിൽ എടുത്തിട്ടില്ല. ഇയാള് വെറുതെ ഇപ്പോഴും നടക്കുന്നു. 3 പ്രാവശ്യം പരാതി കൊടുത്തിട്ടും അയാള് എങ്ങനെയാണ് കോടതി അയാളെ വെറുതെ വിട്ടതെന്നൊന്നും അറിയില്ല. ഞാൻ ഹോസ്റ്റലിലായിരുന്നു.
SP ഓഫീസിൽ പരാതി കൊടുത്തു. അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തു. എന്നെ ക്രൂരമായിട്ട് അയാൾ പീഡിപ്പിച്ചു. ഞാൻ ഇപ്പോഴും പറയുന്നു, എന്നെ ക്രൂരമായിട്ട് അയാൾ പീഡിപ്പിച്ചു. അയാള് വെറുതെ വിടരുത്, അല്ലെങ്കിൽ ഞാൻ തന്നെ അയാളെ കൊല്ലും. കട്ടിലെ കെട്ടിയിട്ട് പീഡിപ്പിച്ചു, ചൂരൽ വടി കൊണ്ട് അടിച്ചു, മേലും ഉള്ളും. എനിക്ക് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണെന്ന്. ഇപ്പോഴും അയാൾ വെറുതെ നടക്കുന്നു. അയാൾക്കെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിക്കണം. എന്റെ താഴ്മയായുള്ള ഒരു അപേക്ഷയാണ്. 15-ാം തീയതി പരാതി കൊടുത്തു. ഇന്ന് 21-ാം തീയതിയായി. ഇതുവരെ അയാൾക്കെതിരെ ഒരു നിയമ നടപടിയും എടുത്തിട്ടില്ല. അയാളെ കരുതൽ തടങ്കിൽ പോലും വച്ചിട്ടില്ല. എന്തെങ്കിലും ഇയാൾക്കെതിരെയായിട്ടൊരു ഇത് ചെയ്യണം. എന്റെ അവസ്ഥ വേറൊരു പെണ്ണിനും വരരുത് എന്നുള്ളൊരു അപേക്ഷയാണ് എനിക്കുള്ളത്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ഈ യുവാവും യുവതിയുമായി സംസാരിച്ച ഞങ്ങളുടെ പ്രതിനിധി ആജ്ഞ രവീന്ദ്രനിലേക്ക് പോവുകയാണ്. ആജ്ഞ, 5 ദിവസം മുൻപ്, അതായത് ഈ മാസം 15-ാം തീയതിയാണ് ഈ പിറവം സ്വദേശിയായ യുവാവും യുവതിയും ഫേസ്ബുക്കിലൂടെ പ്രത്യക്ഷപ്പെട്ട് അവരുടെ കുട്ടിക്കാലത്തുണ്ടായ അനുഭവവും വിവാഹശേഷവും ആ പെൺകുട്ടിയെ രണ്ടാനച്ഛൻ വേട്ടയാടുന്ന കാര്യവും തുറന്നു പറഞ്ഞത്. 5 ദിവസം കൊണ്ട് ഇത് ഫേസ്ബുക്കിൽ മാത്രം കണ്ടത് 50 ലക്ഷത്തിലധികം ആളുകൾ, 23,000-ത്തിലധികം ആളുകൾ അത് ഷെയർ ചെയ്തു. സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. പക്ഷെ നമ്മുടെ പോലീസ് ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. പോലീസിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു നടപടിയും ഉണ്ടായില്ല. പരാതിയുമായി പിറവം പോലീസിനെ സമീപിച്ചപ്പോൾ ഈ പരാതിക്കാരിയായ പെൺകുട്ടിയെ ആക്ഷേപിക്കുന്ന, പരിഹസിക്കുന്ന സമീപനം പോലും ഉണ്ടാകുന്നു. എന്ത് നടപടിയാണ് ഇപ്പോൾ ഈ ഇത്രയും ദിവസമായിട്ടും പോലീസ് ഇവരെ ഒന്ന് വിളിച്ചന്വേഷിക്കാനോ ഏതെങ്കിലും രീതിയിലുള്ള നിയമ നടപടി ഈ പ്രതിക്കെതിരെ സ്വീകരിക്കുമെന്നോ ഏതെങ്കിലും രീതിയിലുള്ള ഉറപ്പോ നൽകിയിട്ടുണ്ടോ ആജ്ഞ? ടോം, കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ 15-ാം തീയതിയാണ് പരാതി നൽകുന്നത്. അതിനു മുൻപ് ഒരു 2 പ്രാവശ്യം അവർ പരാതി നൽകിയിരുന്നു. അതിലൊന്നും നടപടി ഉണ്ടായിരുന്നില്ല. ഒടുവിലാണ് സഹകെട്ട് ഈ ഫേസ്ബുക്ക് ലൈവ് ഇടുന്നത്. ആ ലൈവിന് ശേഷമാണ് നമ്മൾ ഈ ദമ്പതികളെ സമീപിക്കുന്നതും. എന്തായാലും ടോം സൂചിപ്പിച്ചതുപോലെ 50 ലക്ഷത്തിലധികം ആളുകൾ കണ്ടിട്ടും ഇതിൽ പോലീസിന് ഇതുവരെയും ഒരു നടപടിയും കൈക്കൊള്ളാനായിട്ടില്ല എന്നുള്ള കാര്യം അപലപനീയമാണ്. കാരണം ഇന്നലെ അവരെ മൊഴിയെടുക്കാൻ വിളിച്ചിരുന്നു എന്നുള്ളത് മാത്രമാണ് പിറവം പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ. അതിലെ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ സാധ്യമല്ല എന്നാണ് ഞാൻ വിളിച്ചപ്പോൾ അവിടെ നിന്നും പോലീസുകാർ നമുക്ക് നൽകിയിരിക്കുന്ന ഇൻഫർമേഷൻ അതാണ്. പക്ഷേ ഇവര് ഇതുമായി ബന്ധപ്പെട്ട ഈ ചെറുപ്പക്കാരനും അയാളുടെ ഭാര്യയും നടത്തിയ ഫൈറ്റ് ചെറിയ കാലഘട്ടമൊന്നും ആയിരുന്നില്ല ഇവർ നടത്തിയിരുന്ന ഫൈറ്റ്. മാത്രമല്ല 14-ാം വയസ്സ് മുതൽ ഒരു പെൺകുട്ടിയെ തന്നെ അച്ഛനിൽ നിന്ന് അതിക്രൂരമായ പീഡനം ഏറ്റുവാങ്ങുന്നു. അതിൽ നടപടിയില്ലാതെ പോകുന്നു. ആ കുട്ടിയെ നിവർത്തികേട് കൊണ്ട് അതിന്റെ അമ്മ മറ്റൊരു അനാഥാലയത്തിൽ താമസിപ്പിക്കുന്നു. അവിടെ നിന്നാണ് അതിന് അല്പമെങ്കിലും നീതി കിട്ടുന്നത്. അവിടുത്തെ അഡ്വക്കേറ്റ് ആയിരുന്ന ഒരു കന്യാസ്ത്രീ, ചിൽഡ്രൻസ് ഹോമിലെ അഡ്വക്കേറ്റ് ആയിരുന്ന ഒരു കന്യാസ്ത്രീ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകുന്നു. അന്ന് ലഭിച്ച, അതായത് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു നടപടിയിൽ, അന്ന് രജിസ്റ്റർ ചെയ്ത ഒരു കേസിൽ കേവലം 3 മാസം തടവ് മാത്രമാണ് അയാൾ അതുമായി ബന്ധപ്പെട്ട് അനുഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത്. അതിനുശേഷം ഈ പെൺകുട്ടി അനാഥാലയത്തിൽ തന്നെയാണ് പഠനം തുടർന്നതും. അതിനുശേഷം ഈ യുവാവ് അവരെ വിവാഹം കഴിക്കുന്നു. തുടർന്ന് ഇവരുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ട, അല്ലെ ഫാമിലിയെ പൂർണ്ണമായും അറ്റാക്ക് ചെയ്യുന്ന രീതിയിലാണ് ഈ രണ്ടാനച്ഛൻ്റെ നടപടി. ഭർത്താവിനെ നിരന്തരം ഫോണിൽ വിളിച്ചിട്ട് ഈ പെൺകുട്ടിയുടെ കാര്യങ്ങൾ പറയുന്നു, അല്ലെ ഈ പെൺകുട്ടിയെ അയാൾ ഏതൊക്കെ തരത്തിൽ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു. പെൺകുട്ടി സൂചിപ്പിച്ചതുപോലെ അവരെ എങ്ങനെയാണ് സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെട്ടത് എന്നുള്ള തരത്തിലുള്ള ടോക്കുകൾ നിരന്തരം ഇവർക്ക് മുന്നിലേക്ക് വെക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഈ പെൺകുട്ടിക്ക് ബോർഡർ ലൈൻ സിൻഡ്രോം ഉണ്ട് എന്ന് വ്യക്തമാണ്. അത് സർട്ടിഫൈ ചെയ്തതുമാണ്. അങ്ങനത്തെ ആ രോഗത്തിൽ, അത്തരൊരു മാനസികാവസ്ഥയിലാണ് പെൺകുട്ടി ഇപ്പോഴും ജീവിക്കുന്നത് എന്നുള്ള കാര്യം റെക്കഗ്നൈസ് ചെയ്തതുമാണ്. അതുമായി ബന്ധപ്പെട്ട നിരവധി കൗൺസിലിങ്ങുകൾ, അതുപോലെ അതുമായി ബന്ധപ്പെട്ടുള്ള മെഡിക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെയായി മുന്നോട്ട് പോകുന്നു. ഈ ഭർത്താവും അദ്ദേഹവും സാക്ഷ്യപ്പെടുത്തുന്നത് ഏതാണ്ട് മാനസികാവസ്ഥ തെറ്റിയ നിലയിൽ തന്നെയാണ്. ഈ കുടുംബം പൂർണ്ണമായും ഈ പെൺകുട്ടിയുടെ ചെറിയ പ്രായത്തിൽ ഉണ്ടായിപ്പോയ അവളുടെ തെറ്റല്ലാതെ മറ്റൊരു നരാധമന്റെ പീഡനത്തിനിരയായതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന മാനസിക
ആരോഗ്യം നശിച്ച അവസ്ഥയിൽ ഈ കുടുംബം ഇപ്പോഴും അതിൻ്റെ എല്ലാ നൂലാമാലകളും എല്ലാ കോൺസിക്വൻസും അനുഭവിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് ലൈവ് ശേഷവും നമ്മുടെ വാർത്തയ്ക്ക് ശേഷവും ഹ്യൂമൻ റൈറ്റ്സ് ജസ്റ്റിസ് വിജിലൻസ് ഫോറം എന്ന് പറയുന്ന ഒരു NGO ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം നടത്തിയത്. അവർ നമ്മോട് പറഞ്ഞത് ഇയാളൊരു ലൈംഗിക വൈകൃതത്തിന് അടിമയായ ആളാണ്. ലോക്കലി അവർ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായത് അങ്ങനെയാണ്. മുൻപും ബുദ്ധിമാന്ദ്യമുള്ള ഒരു കുട്ടിയെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഇയാൾക്കെതിരെ നിലനിൽക്കുന്നുണ്ട്. ഇയാൾ കുട്ടികളെ ഉപദ്രവിക്കുന്ന ആളാണ്. ഇത്തരത്തിലുള്ള നരാധമന്മാർ അഴിഞ്ഞാടി നടക്കുന്ന ഒരു സമൂഹത്തിലേക്ക് എന്ത് ധൈര്യത്തിലാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ സ്വതന്ത്രമായി വിടുക എന്നുള്ളൊരു ചോദ്യം കൂടി ബാക്കിയാവുകയാണ്. വ്യക്തമായ ഒരു പെൺകുട്ടി താൻ 14 വയസ്സ് മുതൽ ഇങ്ങനെ നിരന്തരം തന്റെ രണ്ടാനച്ഛന്റെ പീഡനം ഏറ്റുവാങ്ങുന്നു എന്ന് വ്യക്തമായ ഒരു പെൺകുട്ടി മൊഴി നൽകിയിട്ടും അതിന്റെ മാനസികാവസ്ഥ പരിഗണിക്കാതെ അതിനെ പരിഹസിക്കുന്ന രീതിയിലുള്ള നിലപാടാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും പിറവം പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അത് മാത്രമല്ല, ഇവർ നിരന്തരം ഇതുമായി ബന്ധപ്പെട്ട് ഈ ഭർത്താവിന്റെ പിന്നാലെ നടക്കുന്നു, ഈ പെൺകുട്ടി ഇതിന്റെ പിന്നാലെ നടക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനുകൾ കയറിയിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. പോലീസ് ഇത്തരം കേസുകളിൽ പോലീസ് ഏത് ഏജിൽ ഒരു പെൺകുട്ടി താൻ ചെറിയ പ്രായത്തിൽ അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാത്ത കാലഘട്ടത്തിൽ ഇത്തരത്തിൽ പീഡനത്തിനിരായി എന്ന് വെളിപ്പെടുത്തിയാൽ അതിന് കേസെടുക്കാനുള്ള എല്ലാ നടപടികളും പോലീസിന് അല്ലെങ്കിൽ സ്വമേധയാ കേസെടുക്കാനുള്ള എല്ലാ സോഴ്സും നിലനിൽക്കെ പോലീസ് ഇതിൽ കയ്യും കെട്ടി നോക്കി നിൽക്കുന്നു എന്നുള്ള കാര്യമാണ് ഇവിടെ ഏറെ ഖേദകരമെന്ന് സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു. ടോം, വ്യക്തമാണ്. ആജ്ഞയിലേക്ക് മടങ്ങിയെത്താം. ആ യുവാവും, അതായത് ഈ പെൺകുട്ടിയുടെ ഭർത്താവാണ് ആദ്യം സമൂഹ മാധ്യമങ്ങളുടെ ഇക്കാര്യം പുറം ലോകത്തോട് തുറന്നു പറയുന്നത്, വെളിപ്പെടുത്തൽ നടത്തുന്നത്. 2023 മാർച്ചിലായിരുന്നു ഇരുവരുടെയും, ഈ പ്രഭം സ്വദേശിയായ രണ്ടുപേരുടെയും വിവാഹം നടക്കുന്നത്. അതായത് വിദേശത്തായിരുന്നു ഈ യുവാവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ ഇത് ഒരു അനാഥാലയത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കണ്ടെത്തി അങ്ങനെ വിവാഹം കഴിപ്പിച്ചു. അവർക്ക് ജീവിതം കൊടുക്കാമെന്ന ഒരു നല്ല മനസ്സോടെ രംഗത്തെത്തുന്നു. പക്ഷേ വിവാഹശേഷം തനിക്ക് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ, പീഡനങ്ങൾ, ഭീഷണി, ഇതൊക്കെ യുവാവും തുറന്നു പറയുന്നുണ്ട്. അതായത് ഒരു പെൺകുട്ടിയെ, സാധുവായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചതിന്റെ പേരിൽ നരകയാതന അനുഭവിക്കേണ്ടി വന്ന ഒരു യുവാവാണ് ന്യൂസ് 18നോട് വെളിപ്പെടുത്തൽ നടത്തിയത്. വിവാഹം കഴിച്ചിട്ട് ഇപ്പോൾ 1.5 കൊല്ലമാകുന്നു. ഞാൻ വിവാഹത്തിന് മുമ്പ് ഇവരുടെ അമ്മ എന്റെ അമ്മയായി മോട്ടോറിൽ വെച്ച് പരിചയപ്പെടുന്നു. അത് കഴിഞ്ഞതിന് ശേഷം എന്നെ അനാഥാലയത്തിൽ പെണ്ണ് കാണിക്കാനായിട്ട് കൊണ്ടുപോകുന്നു. അവിടെ കൊണ്ടുപോയ ശേഷം അവിടുത്തെ അനാഥാലയത്തിൽ വിളിച്ചുകൊണ്ട് വന്ന് ഈ കുട്ടിയുടെ വീട്ടിൽ നിർത്തുമ്പോൾ ഈ കുട്ടി എന്നെ ഫോണിൽ വിളിക്കുമായിരുന്നു. അന്നേരം ഫോണിൽ വിളിച്ച് എന്റെ അടുത്ത് പറഞ്ഞു, ഈ കുട്ടി ഉപദ്രവിക്കപ്പെടുന്നു എന്ന് മാത്രം പറഞ്ഞു. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഒരു ഓട്ടോയുമായി, മോട്ടോയിൽ നിന്ന് ഒരു ഓട്ടോയുമായി അവിടെ ചെല്ലുന്നു. ഈ കുട്ടിയെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വന്ന് ഇവിടെ വന്നതിന് ശേഷം, എന്റെ വീട്ടിൽ വന്നതിന് ശേഷം കുറച്ച് മാനസികാസ്വാസ്ഥങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കാണിച്ചു തുടങ്ങുന്നു. അന്നേരം കുട്ടിയുടെ അടുത്ത് ചോദിച്ച് വിവരം അറിയുന്നു. മറ്റു വ്യക്തികളിൽ നിന്നും എനിക്ക് അറിയാനായിട്ട് സാധിച്ചു. അങ്ങനെയാണ് ഈ കേസ് എനിക്ക് അറിയാൻ സാധിച്ചത്. ഈ കുട്ടിയുടെ ഇങ്ങനെ ഒരു അബ്യൂസ് ഉണ്ടായി എന്നറിയാൻ സാധിച്ചത് അപ്പോഴാണ്. അത് അത്തരത്തിലുള്ള കൗൺസിലിങ്ങോ കാര്യങ്ങളോ ഒക്കെ നടത്തിയിരുന്നില്ലേ? പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഈ മാനസികാസ്വാസ്ഥ്യം കാണിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മൂവാറ്റുപുഴ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്ന് പല ഡോക്ടർമാരെ കണ്ടു. പല ഡോക്ടർമാരുമായിട്ട് കുട്ടിക്ക് കൌൺസിലിംഗ് കൊടുത്തു. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൌൺസിലിംഗ് കൊടുത്തു. മറ്റ് സഹായ പൈസ കൊടുത്തുള്ള കൌൺസിലിംഗും ഞങ്ങൾ കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടി വീട്ടിലേക്ക് വരുന്നു. പിന്നെ ഈ കുട്ടിയുടെ മൈൻഡിലായിട്ട് ഈ കാര്യങ്ങൾ പിന്നെ കയറി വരുന്നു. ഞാനാണെങ്കിൽ പെട്ടെന്ന് റിക്കവർ ആയില്ല. എനിക്കിത് മനസ്സിലായിട്ട് കയറി വരുന്നു. അപ്പൊ ഈ കുട്ടിയോട് പല പ്രാവശ്യം ഞാൻ ചോദിക്കുകയും ചെയ്തു. അപ്പോ ഈ കുട്ടി പിന്നെ പറയുമ്പോൾ കുട്ടിക്കൊരു ബുദ്ധിമുട്ട്. ഞങ്ങൾ എന്നിട്ട് പിന്നെ ഒരു കൌൺസിലിംഗിന് പോയി. കൌൺസിലിംഗ് പോയ ഡോക്ടർ പറഞ്ഞു, ഈ കുട്ടിയുടെ അടുത്ത് ഇനി ഇതിനെക്കുറിച്ച് സംസാരിക്കരുത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇതിനെക്കുറിച്ച് സാർ സംസാരിക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം ഞങ്ങൾ ഇതിനെക്കുറിച്ചുള്ള ടോക്കേ ഉണ്ടായിരുന്നില്ല. മാനസികമായിട്ട് പിന്നെ വിഷമം കയറുന്നു. അപ്പോൾ ചാലക്കുടി DYSP ഓഫീസിൽ ഞങ്ങൾ പോകുന്നു. ഇവരുടെ ഒരു റിലേറ്റീവ് അവിടെ തമ്പി സാർ എന്ന് പറഞ്ഞ സാറുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു. പക്ഷെ അയാൾ ആ സാറിനെ യൂസ് ചെയ്യാനായിട്ടൊന്നും അല്ല അങ്ങോട്ട് ചെന്ന് DYSPയുടെ താഴെയുള്ള സാറുമാരുടെ അടുത്ത് ഈ കാര്യങ്ങൾ ഞങ്ങൾ ഒരു 20 മിനിറ്റ് എടുത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ കാര്യങ്ങൾ പറയുന്നു. സാർ പറഞ്ഞു, ഇത് ജൂറിസ്ഡിക്ഷൻ അല്ലാത്തതുകൊണ്ട് ഇവിടുന്ന് നിയമ നടപടി ഒന്നും സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ഞാൻ 112 ഹെൽപ്പ് ലൈനിലായിട്ട് വിളിക്കുന്നു. ഹെൽപ്പ് ലൈനിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറയുന്നു, ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിട്ട് ചാലക്കുടി SI ഞങ്ങളെ വിളിക്കുന്നു ഫോണിലായിട്ട്. അപ്പോൾ ഞങ്ങൾ റോട്ടിൽ തന്നെ നിൽക്കുന്നു. അപ്പൊ റോട്ടിൽ വെച്ച് എന്താ കാര്യം പറയാൻ പറയുന്നു. പെട്ടെന്ന് ഞങ്ങൾക്ക് റോട്ടിൽ നിന്ന് പബ്ലിക്കായിട്ട് അപ്പൊ പറയാൻ പറ്റുന്നില്ല. അപ്പൊ ഞങ്ങൾ അത് ഫോൺ കട്ട് ചെയ്ത് പിന്നെ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി
ഞങ്ങൾ പാലക്കാടിന് ബസ് കയറുന്നു. എന്തിനാ പോയെന്ന് വെച്ചാൽ മാനസിക നില അങ്ങ് തെറ്റിപ്പോയി. എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ല. എവിടെയും നമുക്ക് രക്ഷയില്ല. ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ സുരക്ഷിതരാണെന്ന് അറിയില്ല. അപ്പൊ എന്തെങ്കിലും ഒരു നടപടി എത്രയും പെട്ടെന്ന് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് അപേക്ഷയോടുകൂടി പറയുന്നു. ആജ്ഞ രവീന്ദ്രനിലേക്ക് വീണ്ടും. ആജ്ഞ, ഒരു അനാഥയായ പെൺകുട്ടി എന്ന രീതിയിൽ ഒരു പെൺകുട്ടിക്ക് ജീവിതം കൊടുത്ത യുവാവ്, അതിനുശേഷം അവൾക്ക് വേണ്ട എല്ലാ പിന്തുണയും നൽകുന്നു. പല രീതിയിലുള്ള ഭീഷണിയും രണ്ടാനച്ഛൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ട് ഇങ്ങനെ ഉറച്ചു നിൽക്കുകയാണ് ആ പെൺകുട്ടിക്കൊപ്പം. അവൾക്ക് ഉറച്ച ബലവുമായി, പിൻബലവുമായി ഈ യുവാവ്. പക്ഷേ മാനസികമായി പിന്നീട് വലിയ പിരിമുറുക്കത്തിലാണെന്നാണ് ഈ സമൂഹ മാധ്യമങ്ങളിലെ, ഈ ഫേസ്ബുക്കിലെ അടക്കം ആ പോസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ പോലീസ് ഇത്രയും ദിവസമായിട്ടും ഒരു നടപടി സ്വീകരിക്കാത്തത് തന്നെയാണ് ഇവരെ ഏറെ നിരാശരാക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. പിറവം പോലീസിന്റെ ഭാഗത്തു നിന്ന് സാധാരണ ഇത്തരമൊരു ലൈംഗിക ആരോപണ കേസ് വന്നു കഴിഞ്ഞാൽ ഉടനടി നടപടി സ്വീകരിക്കേണ്ടതാണ്, കേസെടുക്കേണ്ടതാണ്. പോലീസ് ഈ വിഷയത്തിൽ ഇപ്പോഴും നൽകുന്ന മറുപടി എന്താണ്? ഈ കുടുംബവുമായിട്ട്, ഈ ദമ്പതികളുമായിട്ട് പോലീസ് ബന്ധപ്പെട്ടിട്ടുണ്ടോ? ടോം, അവരെ മൊഴിയെടുക്കാൻ ഇന്നലെ വിളിച്ചിരുന്നു. മൊഴിയെടുക്കാൻ വിളിച്ചിരുന്നു എന്നുള്ള കാര്യം മാത്രമാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. മാത്രമല്ല, ടോം സൂചിപ്പിച്ചതുപോലെ ഇത്തരം ഒരു കേസിൽ അടിയന്തര നടപടി സ്വീകരിക്കേണ്ട പോലീസ് ആദ്യഘട്ടം മുതലേ ഇത്തരം കാര്യത്തിൽ നിസ്സംഗത പാലിക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതൊരു കാലഘട്ടത്തിലും താൻ ആളാൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന്, പ്രായപൂർത്തിയാകാത്ത കാലഘട്ടത്തിൽ താൻ മറ്റൊരാളുമായി പീഡിപ്പിക്കപ്പെട്ടു എന്ന് ഒരു പെൺകുട്ടി വെളിപ്പെടുത്തലുമായി വന്നാൽ അത് പോക്സോ ചുമത്തി അയാൾക്കെതിരെ നടപടിയെടുക്കാനുള്ള എല്ലാ സോഴ്സും പോലീസിനുണ്ട്, എല്ലാ അധികാരവും പോലീസിനുണ്ട്. എന്നിട്ട് പോലും ആ പെൺകുട്ടി ഇപ്പോഴും വിവാഹ ജീവിതത്തിന് ശേഷവും ഇതിന്റെ ബുദ്ധിമുട്ടുകൾ പേറേണ്ടി വരുന്നു എന്നുള്ള കാര്യമാണ്. അതും കൂടി വ്യക്തമാക്കിയിട്ടാണ് ആ പെൺകുട്ടി പോലീസ് സ്റ്റേഷനുകൾ കയറിയിറങ്ങുന്നത്. 14 വയസ്സ് മുതൽ അത് അനുഭവിച്ചിട്ടുള്ള അതിക്രൂര പീഡനത്തിന് ഇനിയെങ്കിലും ഒരു നീക്കുപോക്കുണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഈ ദമ്പതികൾ പോലീസ് സ്റ്റേഷനിൽ കയറുന്നത്. അതിനെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് തീരുമാനിച്ചിറങ്ങിയ ഒരു മനുഷ്യനാണ് ആ രണ്ടാനച്ഛൻ എന്നുള്ള കാര്യം ഇക്കാര്യത്തിൽ വ്യക്തമാണ്. മാത്രമല്ല, എന്തുകൊണ്ടാണ് പോലീസ് ഇത്തരത്തിൽ അതായത് പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന സ്വഭാവമുള്ള ഇത്തരം ക്രിമിനലുകളെ എന്തിനാണ് പോലീസ് വെച്ച് പൊറപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നില്ല. അതല്ലെങ്കിൽ എന്തിനാണ് പോലീസ് ഇത്തരക്കാർക്ക് സുരക്ഷ നൽകുകയോ അല്ലെങ്കിൽ ഇത്തരക്കാർക്കെതിരെ കണ്ണടക്കുകയോ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുന്നില്ല. ഈ പറയുന്ന രണ്ടാനച്ഛൻ ഒരു ഗുണ്ടാ പശ്ചാത്തലമുള്ള ആളാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ ഫേസ്ബുക്കിൽ അതിന്റെ കമന്റുകളിൽ താഴെ ഈ രണ്ടാനച്ഛനെ അറിയുന്ന ആളുകൾ കമന്റ് ഇട്ടിട്ടുണ്ട്. അവർ തന്നെ വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ അയാൾ ഒരു സോഷ്യൽ ന്യൂസൻസ് തന്നെയാണ് എന്നുള്ള തരത്തിലാണ് അതുമായി ബന്ധപ്പെട്ട് ഇവരുടെ ലൈവിന് താഴെ ഉണ്ടായിരുന്ന കമന്റുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഒരു NGOയുടെ അന്വേഷണത്തിലും അത് വ്യക്തമായിട്ടുണ്ട്. ഈ ഒരു വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ അവിടെ 3 പേരുണ്ട്. ഈ 3 പേരും ഈ ഒരൊറ്റ സംഭവം കൊണ്ട് തന്നെ അങ്ങേയറ്റം മാനസികമായി തകർന്നിരിക്കുകയാണ്. അടിയന്തരമായി കൗൺസിലിംഗ് ആവശ്യമാണ്. ഈ നാളുകളോളം നടന്നിട്ടുള്ള കൗൺസിലിംഗ് ഒന്നും മതിയാവുന്നില്ല ഇവരെ ഇതുമായി ബന്ധപ്പെട്ട് അതിൽ നിന്നും റിക്കവർ ചെയ്യിക്കാനെന്ന് മനസ്സിലാക്കുന്ന ആ പെൺകുട്ടി അങ്ങേയറ്റം ഈ പറഞ്ഞതുപോലെ ബോർഡർ ലൈൻ സിൻഡ്രോമാണ്. അത് ഏത് സമയത്തും എന്ത് തരത്തിലുള്ള അറ്റാക്കും കാണിക്കാൻ ഉള്ള സ്വഭാവ വൈകൃതങ്ങൾ കാണിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു രോഗാവസ്ഥയിലേക്ക് മാറാൻ കഴിയുന്ന ഒരു മാനസിക രോഗം കൂടിയാണ് എന്നാണ് സൈക്കോളജിസ്റ്റുകളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ അടിയന്തര ഇടപെടൽ വേണം. പോലീസിന്റെ ഭാഗത്തു നിന്നായാലും മറ്റ് അതോറിറ്റികൾ, മറ്റ് മിഷണറീസ് ഒക്കെ ഇതിൽ ഇടപെടേണ്ട സാഹചര്യം അടിയന്തരമാണ് എന്നുള്ള കാര്യം വ്യക്തമാണ്. എന്തായാലും ഈ ദമ്പതികൾ നടത്തുന്ന പോരാട്ടത്തിന് ന്യൂസ് 8 അവർ നടത്തിയ വെളിപ്പെടുത്തലിലൂടെ അത് വ്യക്തമാണ്. കാരണം അവർ ഈ കഴിഞ്ഞ കാലഘട്ടം മുതൽ 1.5 വർഷമായി ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചിട്ട് അതിനിപ്പോൾ 24 വയസ്സുണ്ടോ. ഈ കഴിഞ്ഞ 10 വർഷവും ഈ പെൺകുട്ടി മാനസികമായി ഇതിന്റെ വ്യഥകളും പേറി നടക്കുന്നു എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് ഇതിനെ അങ്ങനെ പടുകുഴിയിലേക്ക് തള്ളിവിടാൻ നമ്മുടെ സംവിധാനങ്ങൾ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് അതിനെ കരകയറ്റാൻ നമ്മുടെ സംവിധാനങ്ങൾ ശ്രമിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഇതിലൂടെ വ്യക്തമാകുന്നത്. ഇതിൽ പോലീസ് ഇടപെട്ടേ മതിയാകും, മറ്റ് സംവിധാനങ്ങൾ ഇടപെട്ടേ മതിയാകും. ആജ്ഞ രവീന്ദ്രൻ സൂചിപ്പിക്കുന്നത് പോലെ ഒരു പെൺകുട്ടി കുട്ടിക്കാലം മുതൽ കഴിഞ്ഞ 10 വർഷത്തോളമായി അനുഭവിച്ച
ദുരിത കഥയാണ് അവർ ന്യൂസ് 18നോട് വെളിപ്പെടുത്തിയത്. ഈ വിഷയത്തിൽ പോലീസിനെ സമീപിച്ചു, നിയമസഹായം തേടി യാതൊരു രീതിയിലുള്ള നടപടിയും ഉണ്ടായില്ല. ഇപ്പോഴും ഈ പ്രതി രണ്ടാനച്ഛൻ സ്വൈരവിഹാരം നടക്കുന്നു എന്നുള്ളത് ഏറെ ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. പോലീസ് ഈ വാർത്ത കേൾക്കുന്നുണ്ടെങ്കിൽ ശക്തമായ നടപടി തന്നെ സ്വീകരിക്കണം. ഈ പെൺകുട്ടിക്കും ഭർത്താവിനും സംരക്ഷണം കൊടുക്കുക തന്നെ ചെയ്യണം.